ജനന മരണങ്ങളില്ലാത്ത ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈശ്വരതത്വത്തെ ഒന്നുകൂടി വ്യക്തമായി അറിയാനും ഈശ്വരമായി ഹൃദയബന്ധം പുലർത്തുവാനും ഇത് സഹായിക്കും. കണ്ണുകൊണ്ട് കാണുവാനോ കാതുകൊണ്ട് കേൾക്കുവാനോ കൈകൊണ്ട് സ്പർശിക്കാനോ കഴിയാത്ത ഈശ്വരതത്വത്തെ കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും കൈകൾ കൊണ്ട് സ്പർശിക്കുവാനും കഴിയുന്നത് പോലുള്ള അനുഭവമാണത്. അർദ്ധരാത്രിയിലെ കംസൻ്റെ തടവറയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ഇരുട്ടിനാണല്ലോ വെളിച്ചത്തിൻ്റെ ആവശ്യം. അതുപോലെ ബന്ധനത്തിൽ കഴിയുന്നവർക്കാണ് മോചനത്തിൻ്റെ ആവശ്യം. അജ്ഞാനത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത കാട്ടിത്തരികയാണ് ശ്രീകൃഷ്ണൻ. നിഷ്കളങ്കരായ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും അതിക്രൂരമായി കൊന്നയാളാണ് കംസൻ. അഹങ്കാരരൂപമായ മരണത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രതീകമാണ് കംസൻ. വിദ്വേഷത്തിൽ നിന്നും സ്നേഹത്തിലേക്കും മരണത്തിൽ നിന്നും അമരത്തിലേക്കുമുള്ള ജീവൻ്റെ ഉയർച്ചയാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മം സൂചിപ്പിക്കുന്നത്. ദേഹാഭിമാനം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും അന്ധനായ മനുഷ്യൻ എന്ത് ക്രൂരത കാട്ടാനും മടിക്കില്ല എന്നാണ് കംസൻ്റെ കഥ നമുക്ക് കാട്ടിത്തരുന്നത്. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കുകയാണ് അമ്മ. രാജകൊട്ടാരത്തിൽ ഒരു തൂപ്പുകാരും ഉണ്ടായിരുന്നു. രാജകൊട്ടാരത്തിലെ കുടിലുമുറികളും ഈ തൂപ്പുകാരെയാണ് തൂക്കുന്നത്. അങ്ങനെ തൂത്ത് രാജ്ഞി കിടക്കുന്ന മുറിയിലെത്തി. അപ്പോൾ ആ മുറി കണ്ട് ഇങ്ങനെ എല്ലാ ദിശയിച്ച് നോക്കി വന്നപ്പോൾ കട്ടിൽ കണ്ട് നല്ല ഭംഗി, തൊട്ടൊക്കെ ഇങ്ങനെ പഞ്ഞി പോലുള്ള മെത്താണ്. അപ്പോൾ ഒന്ന് കിടന്നു നോക്കിയല്ലോ എന്ന് വിചാരിച്ച് അവർ കയറി കിടക്കുകയും അപ്പോൾ രാജ്ഞി കയറി വരികയും രണ്ടാം മാത്രയിൽ ഇവരെ വലിച്ചു പൊക്കിയിട്ട് തല്ലാൻ തുടങ്ങി. അപ്പോൾ തല്ലിയിട്ട് ജോലിക്കാരെ വിളിച്ച് കൊട്ടാരത്തുനിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവർ അടിച്ചപ്പോൾ കരഞ്ഞു, പിന്നെ ഇവർ ചിരിച്ച് അടിക്കുന്നവർ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്താണ് നീ ചിരിക്കുന്നതെന്ന് രാജ്ഞി ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോൾ എനിക്ക് കിട്ടിയ ശിക്ഷ ഇതാണ്. ജീവിതകാലം മുഴുക്ക ഈ മെത്തേ കിടന്ന രാജ്ഞിക്ക് വരാൻ പോകുന്ന ശിക്ഷ ഓർത്താണ് ഞാൻ ചിരിച്ചു പോയത്. ഞാൻ ഒരു തെറ്റ് അറിയാതെ ചെയ്തപ്പോൾ എനിക്ക് ഇത്ര അടി കിട്ടി, ഇത്ര എന്നെ ശിക്ഷിച്ചു. അഹങ്കാരം കൊണ്ടും അഭയം കൊണ്ടും നിരവധി തെറ്റ് ചെയ്യുന്ന രാജ്ഞിയുടെ ഭാവിയിലെ സ്ഥിതി എന്തായിരിക്കും എന്നോർത്ത് ഞാൻ ചിരിച്ചു പോയതാണ്. ഇതുപോലൊരു അവസ്ഥയിലായിരുന്ന കംസന് തനിക്ക് വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് ഓർത്തപ്പോൾ തെറ്റ് തിരുത്തുന്നതിന് പകരം കൂടുതൽ തെറ്റുകൾക്ക് മുഴുവനാണ് കംസൻ ചെയ്തത്. കംസൻ തന്നിലേക്ക് നോക്കിയാൽ മതി, ആ കുട്ടികളെ പീഡിപ്പിക്കുകയോ അല്ലാതെ തന്നിലേക്ക് നോക്കി തെറ്റുകൾ തിരുത്തുകയാണ് കംസൻ ചെയ്യേണ്ടത്. തന്നിലെ അഹങ്കാരത്തെ മാറ്റുന്നതിന് പകരം തിരിച്ചൊന്നുകൂടി അഹങ്കാരം കൂടി ആ രാജ്യത്ത് എന്തൊക്കെ നാശം വരുത്താമോ, എത്രയൊക്കെ എണ്ണത്തിനെ കൊല്ലാമോ എല്ലാം കൊന്നു ചെയ്തു. അങ്ങനെയാണ് കംസൻ ചെയ്തത്. അത്തരം അധർമ്മത്തിൽ നിന്നും സമൂഹത്തെ ഉദ്ധരിക്കുക എന്നായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ലക്ഷ്യം.